അസ്സലാമലൈക്കും. റജബ് മാസത്തിൽ അധികരിപ്പിക്കേണ്ട ഒരു ആയത്താണ് അല്ലാഹു മഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. മുമ്പത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആയത്ത് രാവിലെയും സുബഹി നിസ്കാര ശേഷവും മഗ്‌രിബ് നിസ്കാര ശേഷവും 70 പ്രാവശ്യം ഓതേണ്ടതാണ്. 70 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ആയത്താണ് അല്ലാഹു മഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്ന പ്രാർത്ഥനയുടെ അർത്ഥവും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഗുണങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും എൻ്റെ പാശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. ഈ ആയത്തിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? പാപമോചനം. അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾ അല്ലാഹുവിനോട് മാപ്പറിയിക്കാനുള്ള ഏറ്റവും ലളിതവും ശക്തവുമായ മാർഗമാണിത്. വതുബ് അലയ്യ എന്ന ഭാഗം നമ്മുടെ തെറ്റുകളെ മനം നൊന്ത് മടങ്ങാനുള്ള താല്പര്യത്തെ കാണിക്കുന്നു. അല്ലാഹു പാശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഈ പ്രാർത്ഥന ഒരു വ്യക്തിയുടെ ദീനിലും ദുനിയാവിലും നന്മകൾ ഒത്തുചേരാൻ സഹായിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലിരിക്കുമ്പോൾ 100 തവണ വരെ ഈ പ്രാർത്ഥന ആവർത്തിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അതിനാൽ നാം വെറുതെ ഇരിക്കുന്ന സമയത്തോ യാത്രയിലോ ഇത് ആവർത്തിച്ച് ചൊല്ലുന്നത് വലിയ പുണ്യമാണ്. വെറുതെ നാവ് കൊണ്ട് ചൊല്ലുന്നതിനേക്കാൾ അർത്ഥം ചിന്തിച്ച് പാശ്ചാത്താപത്തോടെ ചൊല്ലുന്നതാണ് കൂടുതൽ ഫലപ്രദം. നിരന്തരമായി പാപമോചനം മനസ്സിന് ആശ്വാസവും സമാധാനവും നൽകുന്നു.